ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. വാഹന ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. പൾസറിനോട് എന്നും പ്രത്യേക പ്രിയമാണ് ബജാജിന്. പ്രത്യക്ഷപ്പെട്ടത് 21ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ. അന്ന് തൊട്ട് ഇന്ന് വരെ പൾസറുകൾ ബജാജിനെ നിരാശപ്പെടുത്തിയിട്ടില്ല. വിപണിയുടെ തുടുപ്പിനത്ത് ബൈക്കിൽ പുതുമയും മാറ്റവും കൊണ്ടുവരാൻ ബജാജ് താല്പര്യപ്പെടുമ്പോൾ പൾസറുകൾ ജനഹൃദയം കീഴടക്കി. പൾസറിനെ ഇപ്പോൾ വീണ്ടും പുതുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ബജാജ്. മോഡലിന് മാറ്റത്തിനുള്ള സമയമാണെന്ന് ബജാജ് തിരിച്ചറിഞ്ഞു. രൂപത്തിലും ഭാവത്തിലും അടിമുടി പൊളിച്ചെഴുതി ബജാജ് പൾസർ 250 ആണ് ഇനി വിപണിയിലെത്തുമെന്ന് റിപ്പോർട്ടുകൾ. 2020 BS4 മാനദണ്ഡങ്ങൾ രാജ്യത്ത് പിടിമുറുക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് കമ്പനിയുടെ നീക്കം. നിലവിൽ പൾസറിലുള്ള 2 വാൽവ് DTSI എഞ്ചിൻ ഇനി ഏറെ ആയുസില്ല. അതുകൊണ്ട് പൾസറിന് പുതിയ അടിത്തറയെ വികസിപ്പിക്കുന്ന തിടുക്കത്തിലാണ് ബജാജ്. 150cc മുതൽ 250cc വരെ നീളുന്നതാണ് ബജാജ് പൾസർ നിര. പൾസർ 250യുടെ വരവ് പ്രചാരം നേടുന്ന ക്വാർട്ടർ ലിറ്റർ ശ്രേണിയിൽ ബജാജിന് പ്രാതിനിധ്യം നൽകും. ഒരുപിടി പുത്തൻ ഫീച്ചറുകളോടെയും പൾസർ 250 ശ്രേണിയിൽ ചുവടുവയ്ക്കുക. സ്റ്റാൻഡേർഡ് ഫീച്ചറായി ABSനെ ബൈക്കിൽ പ്രതീക്ഷിക്കാം. ഫ്യുവൽ ഇഞ്ചക്ഷൻ സംവിധാനവും ലിക്വിഡ് കൂളിംഗും ഫീച്ചറുകളിൽ ഉൾപ്പെടുമെന്ന കാര്യം ഉറപ്പ്. സമകാലിക പൾസറുകളിൽ നിന്നും തികച്ചും വേറിട്ട ഡിസൈൻ ഭാഷ്യമാവും പൾസർ 250ക്ക്. 2019 പൾസർ 250 വിപണിയിലെത്തുമെന്നാണ് സൂചന. ഒരുപക്ഷെ പൾസർ 250യുടെ വരവോടെ പൾസർ 220യെ കമ്പനി ഉപേക്ഷിക്കാനും സാധ്യതയുണ്ട്. പൾസർ 150, 180, 220, RS 200, NS 200, NS 160 ഉൾപ്പെടെയാണ് നിലവിലെ പൾസർ നിര. അടുത്തിടെയാണ് എൻട്രി ലെവൽ പൾസർ 130യെ കമ്പനി ഇന്ത്യയിൽ നിന്നും പിൻവലിച്ചത്. ആവശ്യക്കാർ കുറഞ്ഞതാണ് ഇതിന് കാരണം. എന്തായാലും വിപണിയിലെ സമവാക്യങ്ങളെ തകിടം മറിക്കാൻ പുതിയ ബജാജ് പൾസർ 250യുടെ കടന്നുവരവിന് കഴിയും. KTM ഡ്യൂക്ക് 250, യമഹ FC 25 എന്നിവരാകും വിപണിയിൽ പൾസർ 250യുടെ പ്രധാന എതിരാളികൾ.